രാവിലെ 9 മണി മുതൽ പ്രവർത്തനം ആരംഭിക്കേണ്ട ഡിസ്പെൻസറിയിൽ 9:40 ഡോക്ടർ എത്താത്തതിനാൽ ജീവനക്കാരൻ ഫോണിൽ വിളിച്ച് ഡോക്ടറെ ബന്ധപ്പെട്ടപ്പോഴാണ് ലീവാണെന്ന വിവരം അറിയുന്നത്. പല ദിവസങ്ങളിലും ആശുപത്രി പ്രവർത്തനം കൃത്യമായി നടക്കാറില്ല എന്ന് ഇതിനു മുമ്പും നാട്ടുകാർ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. 1997 പ്രവർത്തനം ആരംഭിച്ച ഹോമിയോ ഡിസ്പെൻസറിയിൽ ഇപ്പോൾ രോഗികൾ കുടയും ചൂടിയാണ് പരിശോധനയ്ക്ക് കാത്തുനിൽക്കുന്നത്. മഴ വന്നാൽ ചോർന്നൊലിക്കുന്ന ഡിസ്പെൻസറിയിൽ രോഗികൾ തെന്നി വീഴുന്നതും സ്ഥിരം കാഴ്ചയാണ്. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്ത കെട്ടിടത്തിന് മുകളിൽ ചോർച്ച തടയുന്നതിന് മേൽക്കൂര നിർമ്മിക്കാൻ പഞ്ചായത്ത് ടെൻഡർ നൽകിയെങ്കിലും മഴ പെയ്തു തുടങ്ങിയിട്ടും പണി പാതിവഴിയിൽ തന്നെയാണ്. ദിവസവും 100ഓളം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ഇവിടെ ആവശ്യമായ സൗകര്യങ്ങളൊന്നുമില്ല. ഡോക്ടറടക്കം 4 പേർ സ്ഥിരം ജീവനക്കാരായി വേണ്ട സ്ഥാനത്ത് ഡോക്ടർ മാത്രമാണ് സ്ഥിര നിയമനം നേടിയിട്ടുള്ളത്. 3 പേർ ദിവസവേതനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇവരിൽ ഒരാൾ ഇവിടെ നിന്നും പിരിഞ്ഞുപോയിട്ടും പുതിയ നിയമനം നടക്കാത്തതിനാൽ വീണ്ടും ദിവസവേതനത്തിൽ ജോലിക്കെത്തുന്നു. മഴക്കാലത്ത് 100 കണക്കിന് രോഗികൾക്ക് ആശ്വാസമാകേണ്ട കള്ളാർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഈ ആതുര ശുശ്രൂഷാ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്നും ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിച്ച് രോഗികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.